സംസ്ഥാനത്തെ ഈ അവയവ മാഫിയയുടെ ഇടപെടലുകൾ മുൻകാലങ്ങളിൽ പലപ്പോഴും വാർത്തയായിട്ടുണ്ട്. ഇതിലേറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അവയവം മാറ്റിവെച്ച യുവതി ഏജന്റിൽ നിന്നും ലൈംഗികമായ അതിക്രമം നേരിട്ടു എന്ന വാർത്തയാണ്. ഇതിനപ്പുറം ഈ യുവതി നടത്തുന്ന വെളിപ്പെടുത്തലുകൾ മറ്റു പലതുമുണ്ട്. കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ലേക്ക് ഷോർ ആശുപത്രി. ഈ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ യുവതി ലേക്ക് ഷോർ ആശുപത്രിയിൽ 13 വർഷം അവിടെ ജോലിയെടുത്ത മുൻ ജീവനക്കാരി കൂടിയുണ്ട്. അവയവദാനത്തിന് ശേഷം ഏജന്റിൽ നിന്നും പീഡനം നേരിട്ട യുവതിയാണ് ശക്തമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. ലേക്ക് ഷോർ ആശുപത്രിയിൽ നടക്കുന്നത് ഏറെയും അവയവമാറ്റ ശസ്ത്രക്രിയയാണ്. ആശുപത്രിക്ക് സ്റ്റാഫിനേക്കാൾ വലുത് ഏജന്റുമാരാണെന്നാണ് ഈ യുവതി ഉന്നയിക്കുന്ന ആരോപണം. ലേക്ക് ഷോറിലെ മുൻ ജീവനക്കാരിയാണ് ന്യൂസ് 18നോട് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അവയവദാന ഏജന്റിനെ സംരക്ഷിക്കാൻ തന്നെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയെന്ന ആരോപണവും ഉന്നയിക്കുന്നു. പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണമുണ്ട്. പോലീസും ഏജന്റിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, പരാതി നൽകിയിട്ടും കേസെടുക്കാൻ വൈകി. കേസെടുത്തതൊടുവിൽ ഡെപ്യൂട്ടി കമ്മീഷണർ നിർദ്ദേശിച്ച ശേഷം മാത്രമാണ് എന്ന ആരോപണവും ആ യുവതി ഉന്നയിക്കുകയാണ്. ലേക്ക് ഷോറിനും ഏജന്റിനുമെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും യുവതി ഉന്നയിക്കുന്നുണ്ട്. അവയവ തട്ടിപ്പിനെതിരെ യുവതി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിന്നീട് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു എന്നതുമാണ് യുവതിയുടെ ആരോപണം. യുവതി ഉന്നയിച്ച ആരോപണത്തിലെ പ്രധാന വ്യക്തിയായ ഏജന്റ് ഷാജി ഇപ്പോൾ ഒളിവിലെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വൃക്ക നൽകിയതിന് വാഗ്ദാനം ചെയ്ത പണം ആവശ്യപ്പെട്ടപ്പോൾ ഷാജി പീഡിപ്പിച്ചെന്നും യുവതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തും. ലേക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഇയാൾ പരിചയപ്പെടുന്നത്. ഇയാൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഡൊണേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അത് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടിട്ട് ഞാൻ അത് താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്താനായിട്ട് ചെന്നപ്പോഴത്തേക്കും OPയിലെ സിസ്റ്റർ പറഞ്ഞു, സ്റ്റാഫ് ആയതുകൊണ്ടിട്ട് സാർ ചിലപ്പോൾ സമ്മതിക്കില്ല ഇവിടെ, അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് പറ്റത്തില്ല, എൻ്റെ ജോലി എനിക്ക് പ്രധാനമാണ്, അതുകൊണ്ട് അത് പറ്റത്തില്ല. ഞാനത് കാരണം പിൻവാങ്ങി വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതിനുശേഷം ഇവർ എന്നെ നിരന്തരം നമ്പർ തന്നിട്ട് വിളിക്കുകയും ഇതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒന്നും പറയാതെ പിന്മാറി നിന്നിട്ട് എന്നെ ഒരു തവണ ഇവർ അൽക്കൈമ എന്ന് പറയുന്ന ലോഡ്ജിൽ വിളിപ്പിച്ചിട്ട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. ഞാൻ ചെല്ലാന്നതിൻ്റെ പേരിൽ ഇയാളുടെ വർക്കറായ സ്ത്രീയെ കൂട്ടി വരാൻ പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്. എത്ര രൂപ ഓഫർ ചെയ്തിട്ടാണ്? എനിക്ക് 8.5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരുന്നത്. അല്ല, എത്ര തന്നു? എനിക്ക് 3.5 ലക്ഷം രൂപ. അത് ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരത്തിന് പറഞ്ഞു പോയത് കൊണ്ടിട്ടാണ്. അത്രയും ഇപ്പം മതി തരൂ എന്നുള്ള ഒരു ഇതിൽ വന്നാൽ പിന്നെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ അവർ കുറേ വേറെ രീതിയിലൊക്കെ ഉപദ്രവിച്ച് അതിൻ്റെ പേരിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയ പോലെയാണ്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വേറെ ഡോണേഴ്സിനെയൊക്കെ നമ്മളെ എത്തിച്ചു കൊടുക്കണമെന്നുള്ള നിബന്ധനയിലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എനിക്ക് എൻ്റെ പൈസയുടെ ഒരിതിൽ ഞാൻ കൊണ്ട് കേസ് കൊടുത്തു. സാറ് ചോദിച്ചിട്ടൊക്കെ ഞാൻ ആ രീതിയിലാണ് സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇയാളുടെ ഇത് കൊടുത്ത ഉടനെ തന്നെ വക്കീലിനെ വിടുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുക ചെയ്ത് വക്കീൽ വന്നിട്ട് വക്കീൽ എന്നോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ സാമ്പത്തികൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, 1 രൂപ പോലും തരില്ല, എനിക്ക് എവിടം വരെ പോകാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കിത് എന്ത് ചെയ്യണമെന്നും അറിയാം, 1 രൂപ പ്രതീക്ഷിച്ചിരിക്കണ്ട. അങ്ങനെയാണ് പോലീസിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പോയത്. പോലീസ് ചേച്ചി കൊടുത്ത പരാതിയിൽ എന്ത് നടപടി എടുത്തു? ആദ്യമേ ഇവരൊരു നടപടി എടുത്തില്ല. കുറേ ദിവസം ഞാൻ വിളിച്ച് അവിടെ ചെന്ന് ചോദിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ 1-2 സാറന്മാരൊക്കെ എനിക്ക് അനുകൂലമായിട്ട് അവരെന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. ഇവർ തന്നെ കൊടുക്കാനുള്ള എല്ലാ വഴിയും ഒപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ ജോലി കളയിപ്പിച്ചു.
ഗുരുതരമായ ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവയവദാന ഏജന്റ് അവയവം നൽകിയതിനു ശേഷം പ്രതിഫലം നൽകാതെ തന്നെ പറ്റിച്ചു, തന്നെ പിന്നീട് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ഇതിനുമപ്പുറം ഈ ആശുപത്രി, മുൻപ് ജോലി ചെയ്തിരുന്ന ആശുപത്രി തന്നെ ഇതിൻ്റെ ഏജന്റിന് വേണ്ടി നിലനിന്നു എന്ന ഗുരുതര ആരോപണം കൂടി യുവതി ഉന്നയിക്കുന്നു എന്നതാണ് സാഹചര്യം. ഇന്നലെ രാത്രിയാണ് കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ യുവതിയുമായി സംസാരിച്ചത്. നിരവധി കാര്യങ്ങളാണ് യുവതി പറയുന്നത്. ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനത്ത് ഈ അവയവദാന മാഫിയ പിടിമുറുക്കുന്നു എന്ന ആക്ഷേപം പലതരത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും പുതിയതായി ഇത് മാറുകയാണ്. സംസ്ഥാനത്തെ പല ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അവയവദാന മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഉള്ളപ്പോഴും ഇവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഉയരുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. ആജ്ഞ, ആ യുവതിയുടെ വെളിപ്പെടുത്തലിൽ അവരുടെ വേദനകൾ വളരെ പ്രകടമാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഈ കൊച്ചിയിലെ ഒരു ആശുപത്രി കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്നൊരു ആക്ഷേപം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്താണ് യുവതി പറഞ്ഞ കൂടുതൽ വിശദാംശങ്ങൾ? ഗുരുതരമായ ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത്. ഞെട്ടിക്കുന്ന ആരോപണമാണ്. കൊച്ചിയിലെ ഒരു ആശുപത്രി കേന്ദ്രീകരിച്ച് ആശുപത്രിയിലെ മുൻ ജീവനക്കാരി തന്നെയാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവയവദാന ഏജന്റ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, ഒപ്പം ഉറപ്പ് നൽകിയിരുന്ന പ്രതിഫലം നൽകാതെ തന്നെ പീഡിപ്പിച്ചു എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. അവയവദാന ഏജന്റ് ലൈംഗിക പീഡനം നടത്തിയെന്ന ആക്ഷേപമാണ്. 8 ലക്ഷത്തിലധികം രൂപ നൽകാം എന്ന ഉറപ്പ് നൽകി, പക്ഷേ ആ ഉറപ്പുകൾ പാലിച്ചില്ല. പിന്നീട് ഉറപ്പിന്റെ ഫലമായി പണം ചോദിച്ചു തന്നപ്പോൾ ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗികമായി ആക്രമിച്ചു എന്നത് ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത്. കരഞ്ഞുകൊണ്ട് ആ യുവതിയുടെ വാക്കുകൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ആജ്ഞയാണ് ഇന്നലെ ആ യുവതിയുമായി സംസാരിച്ചത്. എന്താണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം? ഇന്നലെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി അവർ ഈ ആശുപത്രിയിലെതിരെയും കൂടി ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ആജ്ഞ. സജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം. താൻ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ അവരവിടുത്തെ ജീവനക്കാരിയായിരുന്നു. കഴിഞ്ഞ 2011 മുതൽ അവിടുത്തെ ജീവനക്കാരിയായിരുന്നു. ആ സമയത്താണ് അവർക്ക് ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഏജന്റിനെ സമീപിക്കേണ്ടി വന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഏജന്റ് പണം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് പിന്നീട് ആശുപത്രിയിലെ ജോലി കളയാനുള്ള, അതായത് ഏജന്റ് ഇടപെട്ടാൽ പോകുന്നതേ ഉള്ളൂ അവിടുത്തെ ഒരു ജീവനക്കാരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം എന്നുള്ള തരത്തിലേക്കുള്ള ആരോപണമാണ് ആശുപത്രിയെ പറ്റി, ലക്ഷോർ ആശുപത്രിയെ പറ്റി യുവതി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയം. ആദ്യം അവർക്ക് സസ്പെൻഷനായിരുന്നു നൽകിയത്. പിന്നീട് 15 ദിവസം കഴിഞ്ഞ ശേഷം വിളിച്ചിട്ട് ഒന്നുകിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളൂ, അതായത് ഒന്നും പറയാതെ ഒരു 2 മിനിറ്റ് സമയം തരും, ഇതിനുള്ളിൽ ഇവിടുന്ന് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ് എന്നുള്ള തരത്തിൽ ഇറങ്ങിപ്പോകണം, അങ്ങനെ എഴുതി കൊടുത്തിട്ട് ഇറങ്ങിപ്പോകണം എന്നാണ് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടതെന്നാണ് യുവതി ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും. ഇതുവരെയുള്ള അതിലെ ഈ 13 വർഷത്തെ ഇതുവരെയുള്ള ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത തരത്തിലുള്ള ടെർമിനേഷൻ ആയിരിക്കും അതെന്നുള്ള HR-ന്റെ ഭാഗത്തുനിന്നും ഭീഷണിയുണ്ടായി. അതിനുശേഷമാണ് അവരത്തരത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് യുവതി നമ്മളോട് വെളിപ്പെടുത്തുന്നത്. ഇതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവയവം വിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട്, പ്രത്യേകിച്ചും വിൽക്കുന്നത്, ദാനം ചെയ്യുന്നതല്ല, വിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഒരു ക്രൈമാണെന്ന് നിലനിൽക്കെ ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകളെ തിരക്കി പിടിച്ച് ഈ ഏജന്റുമാർ, ഈ പറയുന്ന ഷാജി എന്ന് പറയുന്ന ഏജന്റ് ഒരു പേഷ്യന്റിൽ നിന്നും വാങ്ങുന്നത് 25 ലക്ഷം രൂപയാണ് എന്നാണ് യുവതി ആരോപിക്കുന്നത്. ഇതിൽ 8.5 ലക്ഷം രൂപയാണ് ഇവർക്ക് വാഗ്ദാനം ചെയ്തത്. ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ ശേഷം ഇവരാദ്യം ഇത്തരത്തിലൊന്ന് നോക്കിയാലോ വില്ലിങ്നെസ് അറിയിച്ചിരുന്നു. അത് പക്ഷെ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവിടുത്തെ സ്റ്റാഫ് അറിയിച്ച ശേഷം ഈ ഏജന്റ് മുഖേന നിരന്തരം ഇവരുമായി ബന്ധപ്പെട്ട ശേഷമാണ് ഇത്തരത്തിലൊരു ഇവര് വൃക്ക വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതിൽ 3.5 ലക്ഷം രൂപയാണ് അവർക്ക് കൊടുത്തിരുന്നത്. അവർ തന്നെ പറയുന്നുണ്ട് മറ്റൊരു സാഹചര്യത്തിൽ മതി, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മതി, ഉടനെ എല്ലാ പണവും വേണ്ട. ഇവര് തന്നെ, ഈ ഏജന്റ് തന്നെ ഈ യുവതിയോട് പറയുന്നു, ഇത്രയധികം, അതായത് നിങ്ങൾ ഇത്തരം സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇത്രയധികം പണം കയ്യിൽ സൂക്ഷിക്കുകയോ അക്കൗണ്ടിൽ സൂക്ഷിക്കുകയോ ഉണ്ടായ സാഹചര്യം ഉണ്ടായാൽ, ഏതെങ്കിലും അധികൃതർ റെയ്ഡ് ഉണ്ടായാൽ അത് പിടിച്ചെടുത്താൽ കുറ്റകരമായിരിക്കും, അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് പണം ഞാൻ സൂക്ഷിച്ചോളാം എന്ന് ഈ ഷാജി ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും അങ്ങനെയാണ് ബാക്കിയുണ്ടായിരുന്ന, അതായത് ഇവർക്ക് കൊടുക്കാമെന്ന് ഏറ്റിരുന്ന 5 ലക്ഷം രൂപ
അയാളുടെ കയ്യിലാവുകയും ചെയ്തത് എന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഈ പണം, അതായത് 3 ലക്ഷം രൂപ കൊടുത്ത ശേഷം പിന്നീടുള്ള പണത്തിന് പല ആവശ്യങ്ങൾ വന്നപ്പോഴും യുവതി ഇയാളെ സമീപിച്ചപ്പോഴൊക്കെ വീണ്ടും വീണ്ടും ഡോണേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. വീണ്ടും വീണ്ടും അവയവദാതാക്കളെ അറേഞ്ച് ചെയ്യുന്ന അവരുടെ പരിചയത്തിലുള്ള, അവർ തന്നെ പറയുന്നുണ്ട് നമ്മളോട് സംസാരിച്ചില്ല, അവരുടെ പരിചയത്തിലുള്ള ഒരു 10-12 പേരെ അവർ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ അവർ നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അവയവദാതാക്കളാക്കിക്കൊണ്ട് ഈ ഏജന്റുമാർ പണം കൊയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ ആശുപത്രികൾ ഇത്തരം ഏജന്റുമാരെ നിയോഗിച്ച ശേഷം ഏജന്റുമാരും ആശുപത്രികളും പണം കൊയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഏജന്റിനെ പറ്റിയുള്ള പരാതിയിൽ തന്നെ അയാള് കുമ്പളങ്ങിയിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നു. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നുള്ള വരുമാനത്തിലാണ് താൻ ജീവിക്കുന്നതെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നു. യുവതി എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ആരാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു ഏജന്റുമായി സംസാരിക്കുന്നതിൽ നിന്നും ആശുപത്രിയിൽ ഈ ഷൈൻ എന്ന് പറയുന്ന ഏജന്റ് അതായത് ഷാജിന്റെ സഹായിയാണ് ഷൈൻ എന്ന് പറയുന്ന ആളുമായി സംസാരിക്കുമ്പോൾ ഈ ആശുപത്രി അധികൃതർ നിർബന്ധിച്ചു ഷൈന്റെ കയ്യിൽ നിന്നും പരാതി ഒപ്പിട്ട് വാങ്ങി ഒരു പേപ്പറിൽ പരാതി ആശുപത്രി അധികൃതർ തന്നെ എഴുതിയതാണ്. ഈ പരാതിയിൽ ഷൈനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു എന്ന് പറയുന്ന സംഭാഷണം നമുക്ക് വ്യക്തമായി കേൾക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കാതെ, അല്ലെങ്കിൽ ഇരകളെ വെറുതെ ഇങ്ങനെ ചവറുകളാക്കിക്കൊണ്ട് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഏജന്റുമാരും മറ്റുള്ളവരുമൊക്കെ പണം കൊയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവയവദാനത്തിലൂടെ ഈ ഷാജി എന്ന് പറയുന്ന വ്യക്തി, പോലീസും ഇതിനെ ഈ ഷാജി എന്ന് പറയുന്ന ഏജന്റിനെതിരെ ആക്ഷേപമുയർന്നു. പോലീസ് ഈ വൈകിയെങ്കിലും പിന്നീട് നടപടിയെടുത്തു. പക്ഷേ ഈ ഏജന്റ് ഇപ്പോൾ എവിടെയാണ്? പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്നാണ് ഏജന്റ് ഒളിവിലാണ്. അങ്ങനെ തന്നെയാണോ നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നത്? നമ്മൾ ഇന്നലെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോഴും അവയവദാനത്തിനെതിരെ, അല്ലെങ്കിൽ അയാൾ ഇത്തരം ഒരു ഇതിന്റെ അവയവദാനത്തിനെതിരെ ഒരു കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏജന്റാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ക്രിമിനലാണ് എന്നുള്ള കാര്യം മറന്നിട്ടാണ് പോലീസ് ആകെ കേസെടുത്തിട്ടുള്ള യുവതിയുടെ ലൈംഗിക ആരോപണ കേസിൽ മാത്രമാണ്, അല്ലെങ്കിൽ ലൈംഗികമായി താൻ ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള കേസിൽ മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ. ഇതിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ യുവതി ഇപ്പോൾ പരാതിപ്പെട്ട, ഇപ്പോൾ ആജ്ഞയോട് സംസാരിച്ച യുവതി നേരത്തെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. ഈ പോസ്റ്റിൽ അവർ കൃത്യം പറയുന്നുണ്ട് താൻ 13 വർഷം ജോലിയെടുത്ത സ്ഥാപനമാണ് ലൈക്ക് ഷോർ ആശുപത്രി. പക്ഷേ അവിടെ തനിക്ക് പുറത്ത് പറയാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ഒപ്പം അവിടുത്തെ മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റ് ഇട്ടു. പക്ഷേ പിന്നീട് ഈ പോസ്റ്റ് തന്നെ ആശുപത്രി അധികൃതർ സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിപ്പിച്ചു. ഭീഷണിയിലൂടെ ഏജന്റ് പിൻവലിപ്പിച്ചു എന്ന ആക്ഷേപം കൂടി അവർ പിന്നീട് ഉന്നയിച്ചിട്ടുണ്ട്. അവർ ഒരു തവണ പിൻവലിക്കപ്പെട്ട ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മുമ്പ് ഇങ്ങനെയാണ് തനിക്ക് അവിടെ ഉണ്ടായ അനുഭവം എന്നാണ് ആ യുവതി പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. അങ്ങേയറ്റം മോശപ്പെട്ട അനുഭവം തനിക്കുണ്ടായി എന്നതാണ് യുവതി പറയുന്നത്. ആജ്ഞ, ഒരുപക്ഷെ നമുക്ക് സാധാരണ രീതിയിൽ ഈ സിനിമാ കഥകളിലും മറ്റുമൊക്കെയാണ് ഈ അവയവ മാഫിയോട് ഇത്തരത്തിലുള്ള ഇടപെടൽ. പക്ഷേ അത് അങ്ങനെയല്ല, അത് സത്യമാണ് എന്നതാണ് യുവതി പറഞ്ഞു വെക്കുന്നത്. ഇതൊരു ഇപ്പോൾ ആജ്ഞയുമായി സംസാരിച്ച യുവതി ഒരു വ്യക്തി മാത്രമാണ്. ഇതിൽ നിരവധി പേർ ഒരുപക്ഷെ ഇതുവരെയും പുറത്തു വരാതെ പിന്നണിയിൽ ഉണ്ടാവാം. ഇത്തരം ദുരനുഭവങ്ങൾ നേരിട്ട നിരവധി പേരുണ്ടാവാം. അങ്ങനെയെങ്കിൽ അവരാരൊക്കെ എന്ന ഒരു വലിയ അന്വേഷണത്തിലേക്ക് നീളുന്ന ഒരു തുടക്കമായി ഇത് മാറുകയാണ്. അത്തരം സൂചനകൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? ആ തരത്തിലേക്കൊക്കെ പോലീസിന്റെ അന്വേഷണം കടക്കുന്നുണ്ടോ? പോലീസ് അങ്ങനെ വിശദീകരണം നൽകുന്നുണ്ടോ? ഞാൻ പോലീസ് നൽകിയ വിശദീകരണം അനുസരിച്ച് മതിയായ തെളിവുകളില്ലാതെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതേസമയം പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വന്നത്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ലൈംഗിക ആരോപണത്തിൽ, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമണം നടന്നു എന്നുള്ള പരാതിയാണ് യുവതി ഉന്നയിച്ചിട്ടുള്ളത്. അതിന്മേൽ കേസ് എടുത്തിട്ടുണ്ട്. അതിന്മേൽ മാത്രമാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ് സജിത്. കാരണം ഇത്തരം ഒരു കേസിൽ, ഇത്തരം ഒരു കാര്യത്തിൽ പോലീസ് തങ്ങളുടേതായ രീതിയിൽ തന്നെ സ്വമേധയാ അന്വേഷണം നടത്തേണ്ടുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യം. കാരണം ഇതൊരു കടുത്ത നിയമലംഘനമാണ്. അത് ഇരയുടെ ഭാഗത്തു നിന്നായാലും ഏജന്റിന്റെ ഭാഗത്തു നിന്നാലും
ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നാലും ഇതൊരു കടുത്ത നിയമലംഘനം തന്നെയാണ്. അവയവം വിൽക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിലെ നിയമം ഉള്ളിടത്തോളം കാലം ഇതൊരു കടുത്ത നിയമലംഘനം തന്നെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ സ്വമേധയാ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് പോലീസിന്റെ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഞാൻ ഒന്ന് തുടരുക. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരമൊരു ആക്ഷേപം ഉയരുമ്പോൾ ആശുപത്രിയുടെ വിശദീകരണം തേടുക എന്നുള്ളത്. കാരണം ഒരു പ്രാഥമികമായ കാര്യമാണല്ലോ. ഒരു ആക്ഷേപം, ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഒപ്പം ആ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സ്ഥാപനത്തിന്റെ വിശദീകരണം തേടൽ. ഞങ്ങളും ആ സ്ഥാപനത്തിന്റെ വിശദീകരണം തേടി ലേക്ക് ഷോർ ആശുപത്രിയുടെ വിശദീകരണം തേടാൻ ശ്രമിച്ചു. പക്ഷേ അവരെല്ലാവരും അധികൃതർ തിരക്കിലാണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പ്രതികരിക്കാനാവില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. വരുന്ന മണിക്കൂറുകളിൽ എന്തായാലും ആശുപത്രിയുടെ വിശദീകരണങ്ങൾ കൂടി തീർച്ചയായും നമുക്ക് ഉൾപ്പെടുത്താം.